പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞാൻ വോട്ട് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ, കുറച്ചൊക്കെ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയോ? അതായത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, ഇതൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നോ? അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു പെണ്ണിന് ചേരാത്തത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് ഒരു സ്ത്രീ പോലും പറയില്ല ഞാൻ മദ്യപിക്കുമെന്ന്. ഇനി അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്വകാര്യമായിട്ട് അടിക്കുമായിരിക്കും, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകയുള്ള സ്ത്രീകളൊന്നും അങ്ങനെ പറയത്തില്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഗതിയിലെത്തിയത്? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അതായത് എൻ്റെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ ഈ കടക്കാരായത് എന്ന്. പക്ഷേ എന്നിട്ടും നിങ്ങളെന്താ പറയുന്നത് ഞാനും അടി. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്ഥാത്തി എന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ അറിയാം, അവരിറക്കിയ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഡ്രസ്സിൽ ഞാൻ ചെയ്യൂല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ അയാളാ കുറെ നേരം മിണ്ടുന്നപ്പോ അവരുടെ നാട് എൻ്റെ മാനേജറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ആൽബം ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓ ഹോ ഹോ എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അതായത് നിങ്ങൾ എന്താ വിളിച്ചു പറയുന്നത്? നിങ്ങളിവിടെ നശിപ്പിച്ചിട്ട് ആർക്ക് എന്ത് നേട്ടാന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പോകുന്ന ചില വഴികൾ നിങ്ങളെ കൊണ്ട് കുരങ്ങിനെ കൊണ്ട് ചൂട് ചോറ് വാരിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങളെ കൊണ്ട് എല്ലാവരും കുരങ്ങ് കളിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കാനായില്ലേ? അതില്ലേ എല്ലാവരും ഇത്രയും നാളിങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്? നിങ്ങളുടെ ഇത് നിർത്ത്, നിങ്ങൾ ആൽബത്തിലോ എവിടെ വേണമെങ്കിലോ അഭിനയിച്ചോ, അതൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ പ്രഹസനങ്ങൾ കാണിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങൾ കൊല്ലസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയല്ലേ? അതല്ലേ എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ മാന്യത സമൂഹത്തിൽ, അതായത് മാന്യത പുലർത്തണം സമൂഹത്തിൽ. അതാണ് വേണ്ടത്. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളിപ്പോൾ ചെയ്തതെന്ന് ഞാനൊക്കെ ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിനെ. പക്ഷേ എല്ലാ കാര്യത്തിലും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യമായിട്ട് പറയുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എതിർത്ത് നിന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റൊരു കോക്കസ് ഉണ്ട്, നിങ്ങൾക്കിപ്പോഴും മാനേജർ ഉണ്ട് എന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് അത്രയും പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് മാനേജറും ആൾക്കാരൊക്കെ വന്നത് എങ്ങനെയാണ്? ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർ കാണാൻ കൂടും. ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ കൈയടിക്കാനുണ്ടാകും. ഇത് കണ്ടിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, ഞാൻ ചെയ്യുന്നതെന്തോ വലിയ സംഭവമാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോഴും എന്താ പറയുന്നത്? ഇതൊക്കെ എന്നെ കൊടുക്കാനുള്ള ഗൂഢാലോചനയാണെന്ന്. നിങ്ങളുടെ താക്കോൽ എന്താ മറ്റു പലരുടെയും കയ്യിലാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ വ്യക്തിത്വം മറ്റു പലരുടെയും കയ്യിലാണോ ഇരിക്കുന്നത്? നിങ്ങൾക്കുള്ള ഡ്രസ്സുകൾ മറ്റു പലരുമാണോ കൊണ്ടു തരേണ്ടത്? ഇവിടെ എന്താ റീലെടുക്കുന്ന ആൾക്കാരില്ലേ? ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരില്ലേ? എന്തിനധികം പറയുന്നത് പല ആൾക്കാരും പല സിനിമയിലും പല റീലും അഭിനയിക്കുന്നില്ലേ? അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇമാതിരി കോപ്രായത്തരം കാണിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? എന്നെ നശിപ്പിക്കാൻ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങൾ തന്നെ കണ്ടൻറ് ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോ ഇട്ടാന്ന് അതൊന്നും ആർക്കും കാണാനുള്ള താല്പര്യവും ഇല്ല. പിന്നെ വിമർശിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനുള്ള താല്പര്യവും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളടക്കം നെഗറ്റിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആകണമെന്നില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരെ പോലെ നിൽക്കണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്നതെന്തോ വലിയ സംഭവമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഒന്നുമല്ല, എല്ലാവർക്കും ഒരു കോമാളിത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഒന്നുമല്ല, നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്ക്, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരുടെ ആരെയും ചിലവിലല്ലല്ലോ. അവരാരെങ്കിലും നിങ്ങളെ നീ ഇന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവല്ലേ പുറത്തു വിടേണ്ടത്? ഇപ്പോഴെന്ന് പറയുന്നത് എന്തെങ്കിലും എവിടുന്നെങ്കിലും കേട്ട് ഇവിടുന്നും കൊണ്ടുവന്നിട്ട് ഇടാതെ അവനവൻ്റെ ജോലിയും നോക്കി പോകാനുള്ളതിന് ഇപ്പം വന്ന് പറയുക എന്നെ ചതിച്ചതാണ്, എന്നെ ഇതാക്കിയതാണ്, എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. അതല്ലേ വേണ്ടത്. അല്ലാതെ തെളിവുമില്ല വെളിവും ഇല്ലാതെ എന്തെങ്കിലും വന്നിട്ട് ഇങ്ങനെ വാർത്താനം പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാം നടന്നാൽ നിങ്ങൾ തന്നെയല്ലേ ചില സമയത്തൊക്കെ നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് കുറേ ഇപ്പം നിങ്ങൾ തന്നെയല്ലേ വീഡിയോസും ഫോട്ടോസൊക്കെ ചെയ്യുന്നത്. നമ്മളാരെങ്കിലും ആണോ? പലപ്പോഴും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ നാണാകുന്നു നോക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ അറിയുക, ഈ കൊല്ലസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേറൊരു കണ്ണുകൊണ്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഇനി എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
അല്ലാതെ എന്ന് പറഞ്ഞാൽ അയ്യേ കൊല്ലസുധീൻ്റെ കാര്യം എന്തോ പറയുക, നമ്മുടെ ഒരു ബന്ധുക്കളെ പോലെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോഴില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് അത്രത്തോളം വെറുപ്പ് തോന്നാറുണ്ട്. അതായത് ആ ചെറുക്കൻ ഇനി വലുതായി കഴിഞ്ഞാൽ അവൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബങ്ങൾക്കാർക്കും പ്രശ്നമില്ല, നമുക്കറിയില്ല കേട്ടാ. ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മാനേജർമാരോ അല്ലെങ്കിൽ ഒരുപാട് കാശോ ഒന്നും വേണ്ട. നമുക്ക് സമാധാനവും സന്തോഷവും അഭിമാനവുമാണ് വേണ്ടത്. അതൊക്കെ കളഞ്ഞു കുളിച്ച് കുറേ മാനേജർമാരുണ്ടായിട്ടും അല്ലെങ്കിൽ കുറേ മേക്കപ്പ്മാരുണ്ടായിട്ടും കുറേ നായകന്മാരുണ്ടായിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും രേണുസുധിയെ കാണുന്നത് എന്ന് പറഞ്ഞൊരു കോമാളി ലുക്കിലാണ്, വേറെ ഒന്നുമല്ല. അല്ലാതെ നല്ലൊരു നടിയല്ല നിങ്ങൾ, നല്ലൊരു ഗായികയല്ല, നല്ലൊരു ഉദ്ഘാടകയല്ല, ഒന്നുമല്ല. പക്ഷെ അവരെല്ലാവരും കാണുന്നത് എന്താ, രേണുസുധിയെ എന്തെങ്കിലും ഒരു കൊലം കെട്ടിക്കുക. ബാറിലൊക്കെ പോയിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും കരച്ചിൽ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലസുധി ഉണ്ടെങ്കിൽ ഇതൊക്കെ സഹിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ബാറിലൊക്കെ പോയിട്ട് ആൾക്കാരുടെ നടുവിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ആഭാസന്മാരെ പോലെ നോക്കി നിൽക്കുമ്പോഴേ നിങ്ങൾ അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഉരുള ചോറ് തിന്നാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ തിന്നരുത് എന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ മക്കൾക്കോ തന്തക്കോ തള്ളക്കോ പോലും അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു പൈസേനകത്ത് നിങ്ങൾ ചോറ് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ അത്രയും മോശത്തരത്തിലാണ് നിങ്ങൾ അവിടെ ഡാൻസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഡാൻസിനെ മോശപ്പെടുത്തുന്നതല്ല, പക്ഷെ അവിടെ വെള്ളമടിച്ചിരിക്കുന്ന ആഭാസന്മാരുടെ നോട്ടം കണ്ടപ്പോഴാണ് നമുക്ക് വലിയ സങ്കടം തോന്നിയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ അവിടുന്ന് ഓരോരോ കാര്യങ്ങൾ അഭിനയിച്ച് വന്ന് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഇവിടെ മറ്റേ അവരാണ് ഇവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരുടെ കയ്യിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? അവർ നിർബന്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതെന്താ ഇവിടെ പിന്നെ നിയമവും കാര്യങ്ങളൊന്നുമില്ലേ? നിങ്ങളാണോ ഇവിടെ എന്താ പറയുക, നിങ്ങൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒരു ഭാര്യ വന്നിട്ട് എൻ്റെ ഭർത്താവിന് ലിപ് ലോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് കൊടുക്കുക? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇനി അങ്ങനെ കൊടുക്കുന്ന ഭാര്യയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഭാര്യ പറയും വേറെ എന്തെങ്കിലും ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യോ? അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോഴും നിങ്ങൾക്ക് ന്യായീകരിക്കാം, എന്നെ ചതിച്ചതാണ്, എന്നെ വഞ്ചിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ നാളെ മുതൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തുമോ? നിങ്ങൾ ഒരിക്കലും നിർത്തത്തില്ല. കാരണം എന്താ, നിങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ വൈറലാകാനും പൈസ ഉണ്ടാക്കാനും നിങ്ങൾക്കൊരു 5000 രൂപ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് 10000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനക്കെടുന്ന ആൾക്കാരുണ്ട്. സത്യം പറയുക, രേണുസുധീൻ്റെ ഒരു ആൽബം ഇപ്പോൾ നമുക്കായാലും ഇറക്കാൻ ആഗ്രഹമുണ്ട്. കാരണം എന്താ, നിങ്ങൾക്കൊരു 5000 രൂപ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10-20,000 രൂപ അതിൻ്റെ അകത്ത് കിട്ടും. അത് ഉറപ്പാണ്. അങ്ങനെയുള്ളത് കൊണ്ട് നിങ്ങളെ അഭിനയിപ്പിക്കാൻ എന്നുള്ള ഇതിൽ, അതായത് നിങ്ങൾ അഭിനയിപ്പിക്കുമെന്നല്ല, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കോപ്രായം കെട്ടിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരെടുക്കുന്ന ഒരുപാട് തെറി വാങ്ങിക്കുക, ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടക്കം വരുന്ന ചില ചാനലുകളിൽ കാണുന്ന തെറികളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളെല്ലാം രേണുസുധി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ്, എന്നെ ആൾക്കാരൊക്കെ വിളിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ ദുബായിലേക്കൊക്കെ വിളിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴേ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ കോപ്രായങ്ങൾ കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് കാണിക്കുമ്പോൾ അവരെ കൈയടിക്കാനും ചില ആളുകൾ സഹതാപത്തോടു കൂടി നോക്കും, അയ്യോ എന്താണ് ഇവർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞല്ലോ, ആൾക്കാർ പിന്നെ സ്വന്തം സ്വർണ്ണം കടത്താൻ അതിന് ഉപയോഗിച്ചത്, അതൊന്നും നമുക്കറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ദുബായിലും അടിയിലൊക്കെ വരുമ്പോൾ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വരവ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രേണുസുധിയോട്, ഇനിയെങ്കിലും നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിലുള്ള ആൽബങ്ങളും നിങ്ങളുടെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി ആരെങ്കിലുമായിട്ട് കൊളാബ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും, അതൊന്നും വലിയ വിഷയമല്ല. പക്ഷേ കോപ്രായങ്ങൾ പരമാവധി ഒഴിവാക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്രായം കെട്ടുന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് നിർത്താനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ അല്ല, ഇന്ന് ആ സ്ത്രീയുടെ തലയിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു നാടകം മാത്രമാണ്, അല്ലാതെ രേണുസുധീൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കൊന്നുമല്ല ഇത്. രേണുസുധീൻ്റെ കോപ്രായങ്ങൾ കാണാതെ മലയാളികൾ ഇവിടെയുണ്ടോ? രേണുസുധി എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? രേണുസുധീൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരുത്തൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന മറ്റേ ഫോട്ടോ വന്നില്ലേ? എന്തൊരു ഇതാണ്. വേറെ ആളാണെങ്കിലും ആ വീട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കുമ്പോഴേ ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിന്നിട്ട് ഒരുപാട് കുറേ എന്താ പറയുക ആഭാസന്മാരെയും കൊണ്ടുവന്നിട്ട് അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, എന്തോ കഷ്ടം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊന്നും ആരെയും ഇതാക്കാനൊന്നും അല്ല, ഇനിയെങ്കിലും നന്നാകുന്നുണ്ടെങ്കിൽ നന്നായിക്കോട്ടെ, അത്രയേ ഉള്ളൂ. ബൈ ബൈ.